അപ്പോൾ ചോറ് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വൈഫിനോട് പറഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പിടിക്കാൻ പോയാലോന്നേ. അപ്പോൾ മൂപ്പറ് പാട്ടിയും കത്തിയിട്ട് അടുക്കള പുറത്തേക്ക് പാഞ്ഞിട്ടുണ്ടേ. നമുക്ക് പോയി നോക്കേ, ആടെ പോയിട്ടാണ് ഇവിടെ അവിടെ നിന്ന് ചെയ്യുന്നത് തോന്നേ. നിനക്ക് അങ്ങോട്ട് പോയി നോക്കേ. എന്താ പരിപാടി? എന്താ പരിപാടി ചോദിച്ചത്? അപ്പത്തേക്ക് ഇതാ മൂപ്പറ് പേടിച്ചടാക്കായിട്ടുണ്ടേ. ഇത് ഇതെന്താ പരിപാടി? എനിക്ക് മണ്ണിൽ തന്നെ കുത്തിയെടുത്തിട്ട് എനക്ക് വറക്കാനാ? മണ്ണിര എനക്ക് വറുത്തല്ലേ? മണ്ണിര തന്നെ ഇട്ടിട്ട് മീനെ പൊരിച്ച് വറക്കാനാ? അതിന് മുമ്പില് കുത്തിയെടുക്ക്. കാശ് ഇങ്ങോട്ട് കാണിക്ക്. അപ്പൊ ഇത് ഇട്ടിട്ടാ ഇന്ന് മീനെ പിടിക്കും. നമുക്ക് എന്തായാലും കിട്ടോ നമുക്ക് നോക്കി നോക്കേ. മണ്ണിരയില് എന്തെല്ലാം ഇട്ടിട്ട് കിട്ടോ നമുക്ക് നോക്കിക്കോ. ഇതിപ്പം എല്ലാ ആളെ പോലെ ഇങ്ങനെ ഇതില് പെറുക്കി പെറുക്കി ഇടുന്നുണ്ട്. ഇനിയിപ്പൊ ആടെ പോയി കഴിഞ്ഞ് ചൂണ്ടക്കയറിൽ നമ്മൾ തന്നെ ഇത് കോർത്ത് കൊടുക്കേണ്ടി വരിക. മതി. മതി. അത് വേണ്ട, മതി. വീട് എത്രത്തേക്ക് കോഴിക്കോടിലാണെന്ന് ബാക്കിലെ സാധനം ഗിരി 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 ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഇളമൽ പോയിട്ട് കോഴിക്കോടും കൂടി വാങ്ങിട്ട് നേരത്തെ അപ്പുറം പോകുന്നു. കുറ്റിക്കോലാണ് ഇന്ന് ചുണ്ടിട്ട് നോക്കാത്ത അവസ്ഥ. അപ്പൊ അവൻ വന്നിട്ടില്ല കുറ്റിക്കോലാണ്. അപ്പൊ നമ്മളെ വണ്ടിയുടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ പോകുന്ന അങ്ങോട്ടേക്കാണ്. അപ്പൊ നമ്മൾ 7 മൈലിന് കുറച്ച് കോഴിക്കോടും കൂടി വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിക്കാൻ മുമ്പിൽ നടക്കുന്നുണ്ട്. കടയാടി രാഘവി എന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ്. മീൻ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഇതിനൊരു പ്രാന്താണ്. ഞാൻ ഇന്ന് കുറച്ചേരം വീട്ടിലിറങ്ങാണ്ട് ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് അതായത് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എഡിറ്റാക്കി വീട്ടിലിരിക്കാൻ തന്നെ. അപ്പോഴത്തേക്ക് മീനിൻ്റെ കാര്യം ഒന്ന് വായിന്ന് വന്നുപോയി. അപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞ് കോഴിക്കോളാണ് അറിയാണ്ട് പോലും മീൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് മൂപ്പർക്ക് മീൻ പിടുത്തം ഭ്രാന്ത് വരും. അപ്പോൾ വന്നിട്ടില്ല നമ്മളെ കുറ്റിക്കോലാന്നേ. വെള്ളം നല്ലോണം കയറി വെച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ ഒന്നും അറിയില്ലേ. മണ്ണരിയും പിന്നെ നമ്മൾ 7 മൈലിൽ നിന്ന് കോഴിക്കോടെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം എന്താ കിട്ടുമോ നമുക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ ബാക്കിയില്ല കാഴ്ച. ഇവിടെ തന്നെ വേറെ തന്നെ ഒരു വൈബാണ് ഫുള്ള്. ആദ്യം വരുന്ന സമയത്ത് ഇടുന്ന മൊത്തം വെള്ളമൊന്നും ഉണ്ടായിച്ചില്ല. ഇപ്പം മഴയെല്ലാം പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ടേ. വീണിട്ടുണ്ടെങ്കിൽ ഇടുന്ന് നോക്കണ്ട, പിന്നെ വെള്ളിക്ക് പോയാൽ നോക്കിയാൽ മതി. നല്ല ഒഴുക്കലുണ്ടേ. നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ അല്ലേ. പുഴയിലാണ് നല്ല ഒഴുക്കുണ്ടേ. ഇവക്കാണെന്ന് നീന്താനും അറിയില്ല ഗൈസ്. എന്താ അവസ്ഥ ഒന്നും പറയാനും കഴിയില്ല. നോക്കി കണ്ട് നിന്നിട്ടില്ലേ വെള്ളം കൊണ്ടുപോകും കേട്ടോ. വീണാ പിന്നെ നോക്കണ്ട, വെള്ളം നല്ല ഒഴുക്കുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷെ നല്ല ഒഴുക്കുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കൽ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവക്കാണ് നീന്തലും അറിയില്ലേ. വെള്ളം പറയാൻ കഴിയില്ലല്ലോ, പോയാ പോയില്ലേ. അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. നല്ല വൈബ് സ്ഥലം തന്നെ. ചൂണ്ടിടാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പക്ഷേ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അപ്പോൾ വീടിനാറ്റം വീണ്ടുണ്ടെങ്കിൽ നോക്കണ്ട, വെള്ളിക്ക് പോയത്തെ. അപ്പോൾ നമുക്ക് ഇവിടെ നിനക്ക് തിരിച്ചു വിട്ടേക്കളെ പോയേക്കാം. അമ്മ ആ പാലത്തിനടുക്ക് നമ്മൾ നേരത്തെ ഇപ്പുറ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. വീട് ഇട്ട് നോക്കാന്ന് പറയുന്നത്. വീട് 2-3 പെർലീനെ കണ്ടിട്ടുണ്ടായിരുന്നേ. നോക്കി നോക്കാം എന്താ കിട്ടുന്നത്. എല്ലാവരെ പോലെ കോർക്കുന്നുണ്ടേ. കുറ്റിക്കൊല പോയിട്ട് അവിടെ ഭയങ്കര വെള്ളത്തിന് പാറായിട്ട് നമ്മളെ നാട്ടിൽ തന്നെ നോക്കാൻ വെച്ചൊക്കെയാണ്. അപ്പോൾ ചെറിയ ചാല കണ്ടിട്ട് ഓളാൾ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരാൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്താ അവസ്ഥ ആണ്. ഇതൊരു മൊയന്തും പെണ്ണാണ്. ചെറിയ സാധനത്തിൽ കാലിന് മുട്ടിക്കഴിഞ്ഞാൽ തുള്ളലും കാക്കലും കൂക്കലല്ല. അഥവാ വെള്ളത്തിൽ വീണ് ഒഴുകി പോയെങ്കിലും വെച്ചിട്ട് നേർക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിയിട്ടൊരു ചൂണ്ടലൊന്നും കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി വീശുവല എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ വീശാൻ നമ്മൾ വീശിട്ടില്ലേ. വലുതാണല്ലോ ചെറുക്ക. കൊള്ളാം. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്. എടുത്തേര് ആദ്യത്തെ വീശലിൽ നമുക്ക് കിട്ടിയ മീനാണ്. അതെന്ത് മീനാ? അതിന്റെ പേരൊന്നും എനിക്കറിയില്ല.
രണ്ടാമത്തെ വലയിൽ നമുക്ക് വിഷയത്തിൽ ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഷയത്തും നമുക്ക് കിട്ടുന്ന ഓരോരോ മീൻ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനിടക്ക് വേറെന്തെങ്കിലും വലയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇതിലും കിട്ടിയ കുറച്ച് സൈസിൻ്റെ സാധനമാണ്. ഇതിന് നമ്മ പറഞ്ഞ പുല്ലെന്നാ പറയല്ലേ. ബാക്കിയിലെടുക്ക് ഇതിൻ്റെ ഓരോരോ പേരാണ് നമ്മൾ കേൾക്കുന്നത്. എന്തല്ലോ പരള അങ്ങനെ എന്തല്ലോ പറഞ്ഞിട്ട് ഓരോ വിഷലിന് ഓരോരോ മീനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഈ ഒരു സാധനത്തിന് കിട്ടി. ഇതിൻ്റെ പേരെന്നൊന്നും അറിയില്ലേ. ഇതിൻ്റെ പേരറിഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ആശത്തെ വിഷലിൽ നമുക്ക് കിട്ടുന്നത് ഒന്നും കൂടി വീശി നോക്കേ. നമ്മളെ ലാസ്റ്റ് വീശലാണ്. ഇതും കൂടി വീശിട്ടാണ് നമ്മൾ വീഡിയോ അതിൻ്റെ പക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വലിച്ചു നോക്കാം എന്താ നമുക്ക് കിട്ടുന്നേ. ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസെല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.